ശ്രീ നിർമ്മൽ എബ്രഹാം, എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് നോക്കുമ്പോൾ ഡിസ്ട്രക്റ്റീവ് എന്ന് മസ്ക് വിശേഷിപ്പിച്ച ഈ ബില്ല്, അതിനെ ട്രംപ് പറയുന്നത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നതാണ്. പക്ഷേ ആ ഒരു ബിൽ പാസ്സായത് ചൂണ്ടിക്കാട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം മസ്ക് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹത്തിന് ഇതിന് പ്രേരിപ്പിച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമല്ലോ. ഇവിടെ ചില സബ്സിഡികൾ എടുത്തു കളയുന്ന നിർണായകമായ തീരുമാനം ആ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ടെസ്ല ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വലിയ തിരിച്ചടിയാകുന്നതാണ്. അപ്പോൾ സ്വകാര്യമായ സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ തെറ്റിപ്പിരിഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി എന്നത് എത്ര പേർ അതിനെ ഉൾക്കൊള്ളും? അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ എത്ര പേർ പിന്തുണയ്ക്കും? ഇത് ലക്ഷ്യവും ചാടാനിടയായ കാരണവും രണ്ടാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ EV മാൻഡേറ്റ് എടുത്ത് കളയുക എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. കാരണം അമേരിക്കയിലെ തന്നെ അല്ലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ EV മാനുഫാക്ചറാണ് ടെസ്ല. BYD തൊട്ട് പിന്നിലുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ ഉള്ള മുന്നോട്ട് കുതിക്കാൻ നിൽക്കുന്ന മസ്കിനെ സംബന്ധിച്ചിടത്തോളം EV മാൻഡേറ്റ് എടുത്ത് കളഞ്ഞ് കൃത്യമായിട്ട് ടെസ്ലയെ മാത്രമല്ല മൊത്തം EV ഇൻഡസ്ട്രി എഫക്ട് ചെയ്യും. അതായത് EV ആളുകൾ മേടിക്കാനുള്ള സാധ്യത കുറയും. അതാണ് ഒന്ന്. രണ്ട്, ഡോജിൽ നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ച പോലെ ഡോജിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഒരുപാട് ബ്ലെയിം ഏറ്റു വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം മസ്കിനുണ്ടായിട്ടുണ്ട്. ട്രംപിന് വേണ്ടി ചെയ്തു എന്ന് മസ്ക് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്പെൻഡിങ് ഇത്രയും കേർട്ടയിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഡോജ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കിയിട്ട് അവസാനം ഈ ഇത്രയധികം ഡെറ്റ് ഉണ്ടാക്കി വെക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഏറെക്കുറെ ഞാൻ ചിന്തിക്കുന്ന EV മാൻഡേറ്റ് എടുത്ത് കളഞ്ഞതിലാവാം. കാരണം ഇത്രയധികം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ട്രംപിന്റെ ക്യാമ്പയിന് വേണ്ടി മസ്ക് മുടക്കിയത്. അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻ തീർച്ചയായിട്ടും ട്രംപിനെ സഹായിച്ചിട്ടുമുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് എന്റെ സമയത്ത് എന്റെ കൂടെ നിന്നില്ല എന്നൊരു ചോദ്യം വെച്ചിട്ടാണ് മസ്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇതിനകത്ത് എന്താണ് കാരണമെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ അദ്ദേഹം ശരിക്കും ബുദ്ധിമുട്ടുമെന്ന് വേണമെന്ന് കാണാൻ. കാരണം മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പാർട്ടി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈൻ ഒരു സാധനം ഇന്ത്യയിൽ മേടിക്കണമെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ പോകും. പുറത്ത് പോയി എന്തെങ്കിലും കോള കുടിക്കണമെങ്കിൽ പെപ്സിയോ കൊക്കോള കുടിക്കും. അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിളോ ChatGPT സെർച്ച് ചെയ്യും. എന്ന് പറയുന്ന പോലെ ഒരു മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടൊരു പാർട്ടി സിസ്റ്റമാണ് വർഷങ്ങളായിട്ട് അമേരിക്കയിലുള്ളത്. അതിനെ ആകെപ്പാടെ വെല്ലുവിളിച്ചിരിക്കുന്നത് 1912 തിയഡോർ റൂസ്വെൽറ്റ് മാത്രമാണ് വെല്ലുവിളിച്ചൊരു ഡിഫറൻസ് ഉണ്ടാക്കിയത്. അതായിരിക്കും മസ്കിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എയിം ആയിരിക്കും മസ്ക് നോക്കുന്നത്. കാരണം അന്ന് ഇതേപോലത്തെ സാഹചര്യം 1900 തൊട്ട് 1908 വരെ റൂസ്വെൽറ്റ് മത്സരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആക്കുകയും ഇതേപോലെ മുന്നോട്ട് പോയി 4 വർഷം ഭരിക്കുന്നതിനിടെ ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വന്നപ്പോൾ റൂസ്വെൽറ്റിന് ദേഷ്യം വന്നിട്ട് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പ്രസിഡന്റായി മത്സരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പ്രോഗ്രസീവ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി നിന്നു. അന്ന് സംഭവിച്ചത് കൃത്യ കണക്ക് നോക്കി അറിയാം. അന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കിട്ടിയത് ഒരു 23% വോട്ടാണ്. തിയഡോർ റൂസ്വെൽറ്റിന് ഒറ്റയ്ക്ക് കിട്ടിയത് 27% വോട്ടാണ്. 42% വോട്ട് കിട്ടിയ ഡെമോക്രാറ്റ്സ് പക്ഷെ ജയിച്ചു. ഇവർ രണ്ടുപേരും ചേർന്ന് നിന്നിരുന്നെങ്കിൽ 50% വോട്ട് കിട്ടേണ്ട റിപ്പബ്ലിക്കൻ പാർട്ടി രണ്ടായിട്ട് വോട്ട് സ്പ്ലിറ്റായി. അപ്പം അതേപോലെ അത്രയും വലിയ സ്പ്ലിറ്റ് ഒന്നും മസ്കിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം റൂസ്വെൽറ്റ് അല്ല മസ്ക്. പക്ഷേ ഒരു ചെറിയ ശതമാനം സ്പ്ലിറ്റ് പോലും ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഡെമോക്രാറ്റ്സിന്റെ അടുത്ത് നമ്മൾ ഒന്നും കേട്ടിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായാലും നല്ലതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ നോക്കിയാലും ശരിയാണ്, ഒരു ലാൻഡ് സ്ലൈഡ് ആണ്. സെനറ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പോപ്പുലർ വോട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വോട്ട് ശതമാനം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5% ഡിഫറൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ജയിച്ചത്. ആ 1.5% ഡിഫറൻസും തിരിക്കാൻ മസ്കിന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വോട്ട് ചെയ്യുന്ന എല്ലാം കൺസർവേറ്റീവ്സ് ആയിരിക്കും, അല്ല ലിബർട്ടേറിയൻസ് ആയിരിക്കും. പക്ഷെ അവസാനം വോട്ട് ശതമാനം കുറവായിട്ടുള്ള ഡെമോക്രാറ്റ്സിന് ജയിക്കാം. പക്ഷെ അതിന് ഒരുപാട് തടസ്സങ്ങൾ മസ്കിന് മുന്നേ ഉണ്ട്. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ബാരിയേഴ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ അമേരിക്കൻ സ്റ്റേറ്റ്സിൽ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ശ്രീ സജിമോൻ ആന്റണിയൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അതായത് ഒരു സ്റ്റേറ്റിൽ നമുക്ക് പുതിയൊരു പാർട്ടി തുടങ്ങണമെങ്കിൽ അതിന് ഒത്തിരി ബാരിയേഴ്സ് ഉണ്ട്. വെറുതെ തുടങ്ങാൻ സാധിക്കില്ല. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും വൈൽഡ് കാർഡാണ്. പക്ഷെ മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തുടങ്ങണമെങ്കിൽ ഒരുപാട് ഒപ്പുകൾ, ഇപ്പൊ പെറ്റീഷൻ സംഘടിപ്പിക്കണം, ഒപ്പുകൾ സംഘടിപ്പിക്കണം, പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒപ്പുകൾ ഇവിടെ സമർപ്പിക്കണം. ഇതൊന്നും കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അങ്ങനെ ഒരു മൂന്നാമത് പാർട്ടിയെ നിൽക്കാൻ അനുവദിക്കില്ല. കേസുകളൊക്കെ കൊടുത്ത് വീർപ്പ് മുട്ടിക്കും. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിന് പിന്നിൽ എന്തുമാത്രം എഫേർട്ട് പോകണം. കാരണം മസ്കിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കൂടെ ഉള്ളത്? മസ്ക് മാത്രമാണ്. മസ്കിനെ സ്വന്തമായിട്ട് നടത്താൻ നിരവധി കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ ഇപ്പൊ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മൊത്തമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങി ഈ സ്ഥലത്തെല്ലാം ഗ്രൗണ്ട് വർക്ക് നടത്തി അതിനുവേണ്ടി എഫർട്ട് എടുത്ത് പൈസ മുടക്കി ചെയ്യാനുള്ള സാഹചര്യമില്ല.
ഉണ്ടെങ്കിൽ ഒരു സാഹചര്യമേ ഉള്ളൂ മറ്റ് പാർട്ടിയിൽ നിന്ന് പൊളിറ്റീഷ്യൻസിനെ റോപ്പിൻ ചെയ്യാം. നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ BJP കോൺഗ്രസ്സുകാരെ പിടിച്ചു, ആം ആദ്മിക്കാരെ പിടിച്ചു എന്ന് പറയുന്ന പോലെ മസ്കിന് വേണമെങ്കിൽ ഡെമോക്രാറ്റ്സിലെയോ അല്ല റിപ്പബ്ലിക്കൻസിലോ അറിയപ്പെടുന്ന കുറച്ച് മിനിസ്റ്റേഴ്സിനെയോ സെനറ്റേഴ്സിനെയോ ഒക്കെ പിടിക്കാം. പക്ഷെ ഇപ്പോൾ ലാറ റൂമേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ട്രംപിന്റെ മാഗ അലിയായ മാഗ അലിയാണ് ഈ ലോറ. അവർ പറയുന്നത് ഏതാണ്ട് പ്രധാനപ്പെട്ട 3 പേര് മസ്കിനൊപ്പം പോകുമെന്നൊരു പ്രവചനം ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ ടാക്കർ കാൾസൺ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും എന്നും പറയുന്നു. ടക്കർ കാൾസൺ പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ, ടക്കർ കാൾസൺ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഒരു സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ന്യൂയോർക്ക് എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രൂ കോമോ അവിടെ വർഷങ്ങളായിട്ട് നല്ല സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു വ്യക്തി. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ഥലത്ത് പ്രവർത്തിച്ച് അവിടെ സെനറ്റർ ആയിട്ടോ ഗവർണറായിട്ടോ മേയറായിട്ടോ നിന്നിട്ടുള്ള ഒരു ഡെമോക്രാറ്റിനോ റിപ്പബ്ലിക്കനോ കിട്ടിയാൽ മാത്രമേ മസ്കിന് ഗുണമുള്ളൂ. അവിടെയും സാധ്യത കുറവ്. കാരണം ഏറെക്കുറെ ട്രംപിനൊപ്പം നിന്നിട്ടുള്ള റിപ്പബ്ലിക്കൻസിന് എല്ലാം തന്നെ ട്രംപ് എന്തെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോസിബിലിറ്റി ഇല്ല. ഡെമോക്രാറ്റ്സ് ആകട്ടെ, ഡെമോക്രാറ്റ്സിനെ ഒരു പരിധി വിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കുകയാണ് മസ്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തിരിച്ച് അവരാരും മസ്കിനോട് പോകണമെന്നില്ല. കാരണം ഈ കച്ചവടത്തിൽ ഒരിക്കലും ഡെമോക്രാറ്റ്സിന് നഷ്ടം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവരാരും ഈ സമയത്ത് മസ്കിനൊപ്പം പോകണമെന്നില്ല. അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ട്രോങ് ഹോൾഡ് ഉള്ള ഏത് പൊളിറ്റിക്കൽ ആലായി ആണ് മസ്കിന് കിട്ടുക എന്നുള്ളൊരു ചോദ്യം കൂടെ. അതുകൊണ്ട് ശരിയാണ്, ഇത് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു ഇലക്ഷൻ ജയിക്കാൻ മാത്രം ഒന്നും മസ്കിന് സാധിക്കില്ല. ഇന്നത്തെ അവസ്ഥയിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ബാരിയേഴ്സ് ഒക്കെ കടന്നാൽ ഒരു വോട്ടിംഗ് സ്പ്ലിറ്റ് ഉണ്ടാക്കി അത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ മാത്രമാണ് ബാധിക്കുന്നത്, ഡെമോക്രാറ്റിക് പാർട്ടിയെ ബാധിക്കുകയില്ല. തീർച്ചയായും ശ്രീ സജിമോൻ ആന്റണി.